മരണത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അതിനെ മാറ്റി നിർത്താനോ നമുക്ക് എന്ത് ചെയ്യൂല, സാധ്യമല്ല എന്നുള്ളതാണ്. എവിടെ പരിശുദ്ധ ഖുർആൻ പറയാണ്, എവിടെ പോയി ഒളിച്ചാലും അയിനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത്, എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുന്ന. നല്ലൊരു ഇരുമ്പിൻ്റെ ഒരു പെട്ടി ഉണ്ടാക്കി ഒരു എയർ പോലും കടക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നാലും യുദ്രിക്കുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടിക്കുന്ന. അത്രത്തോളം മരണത്തിന് നമ്മൾ എന്ത് ചെയ്യണം. മാത്രമല്ല വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി, ചെരുപ്പ് ധരിക്കുമ്പോൾ മരണം ചെരുപ്പിൻ്റെ വാറ് എത്രത്തോളം നമ്മളോട് അടുത്തിട്ടാണോ ശരീരത്തോട് ചേർന്നിട്ടാണോ കിടക്കുന്നത്, അതിനേക്കാൾ അടുത്താണ് മരണം നമ്മളോട് ചേർന്ന് നിൽക്കുന്നത്. അല്ലാഹുവേ ഞങ്ങളെ മരണം നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് ജീവിതം നന്നായെങ്കിലേ മരണം നന്നാവുകയുള്ളൂ. അല്ല തന്ന ആയുസ് അല്ല പൊരുത്തപ്പെട്ട മാർഗത്തിൽ ചിലവഴിച്ചെങ്കിലേ സഹോദര, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സമയമെന്നത് വിലപ്പെട്ടതാണ്. അത് അള്ളാന്റെ പൊരുത്തത്തിൽ ചിലവഴിക്കുമ്പോഴാണ് ഈ ജീവിതം ധന്യമാകുന്നത്. ആ ജീവിതം നമ്മൾ ധന്യമാക്കിയെങ്കിലേ നമ്മുടെ മരണവും നമുക്ക് നല്ലതാക്കാൻ പറ്റുകയുള്ളൂ. മരണമെന്ന് പറയുന്നത്, മരണത്തിൻ്റെ വേദനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ സംസാരത്തിൽ പറഞ്ഞല്ലോ, അള്ളാന്റെ ഹബീബ് അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞുവത്രേ, ഖഫിഫ് യാ അസ്രായീൽ, അസ്രായീലെ ഒന്ന് മെല്ലെ പിടിക്ക്. ആരാണിത് പറയുന്നത്? ആ ഹബീബിന് വേണ്ടിയാണ് ഈ ലോകം അല്ല പടച്ചത്. ആകാശഗംഗകൾ അല്ല പടച്ചത് ആ ഹബീബിന് വേണ്ടിയാണ്. ഭൗമമണ്ഡലങ്ങൾ പടച്ചത് ആ ഹബീബിന് വേണ്ടിയാണ്. ആ ഹബീബായ തങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലോകം മുഴുവനും അല്ല സംവിധാനിച്ചത്. നാളെ സ്വർഗത്തിൻ്റെ ഉദ്ഘാടകൻ ഹബീബായ തങ്ങളാണ്. അങ്ങനത്തെ ഹബീബായ മുത്തുനബിയുടെ വിയോഗ സമയത്താണ് വളരെ നിസ്സഹായതയോടെ അസ്രായീലിനെ നോക്കിയിട്ട് മുത്തുനബി പറഞ്ഞുവത്ര, ഖഫിഫ് യാ അസ്രായീൽ, അസ്രായീലെ ഒന്ന് മെല്ലെ പിടിക്കണേ. അസ്രായീൽ അലൈഹിസ്സലാം പറഞ്ഞതോ, ഹബീബായ തങ്ങളുടെ റൂഹിനെ പിടിച്ചതുപോലെ ഇന്നേ വരെ ഞാൻ ഒരാളുടെ റൂഹിനെയും പിടിച്ചിട്ടില്ല. ഇനി ഒരാളുടെ റൂഹിനെയും ഞാൻ ഇത്ര മയത്തിൽ പിടിക്കുകയുമില്ല. എന്നിട്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഖഫിഫ് യാ അസ്രായീൽ. ആ സക്കറാത്തിന്റെ നേരത്തെക്കുറിച്ച് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ടല്ലോ. മരണത്തിൻ്റെ വേദനയെക്കുറിച്ച് പറയുന്നിടത്ത് പറയുന്നുണ്ട്, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, റഅയ്തു റസൂലല്ലാഹ്, ഞാൻ ഹബീബായ തങ്ങളെ കണ്ടു, വഹുവ യമൂത്ത്, അവിടുന്ന് മരണത്തിൻ്റെ ശയ്യയിലാണ്, മരണത്തിൻ്റെ ശയ്യയിലാണ്, സക്കറാത്തിൻ്റെ നേരത്തിലാണ്. വഇൻദഹു ഖദഹുൻ, ആ റസൂലുള്ളാഹിന്റെ ചാരെ അവിടുത്തെ റൂഹ് പിരിയുന്ന സമയത്ത് തൊട്ട് ചാര ഒരു പാത്രം വെള്ളമുണ്ട്, ഒരു പാത്രമുണ്ട്, ആ പാത്രത്തിൽ വെള്ളമുണ്ട്. ഹബീബായ തങ്ങളുടെ സക്കറാത്തിന്റെ നേരമാണ്. അല്ലാഹുവേ ഞങ്ങളെ മരണത്തിന്റെ വേദന ലഘൂകരിക്കണേ അല്ലാ. ആയിഷ ബീവി പറയാണ്, മുത്തുനബി ലോകത്തോട് വിട പറയുമ്പോൾ അവിടത്തെ ചാര ഒരു പാത്രം വെള്ളം ഇരിക്കുന്നുണ്ട്. ആ വെള്ളം ഇരിക്കുന്ന പാത്രത്തിലേക്ക് ഹബീബായ തങ്ങൾ അവിടത്തെ കയ്യാ പാത്രത്തിൽ ഇങ്ങനെ മുക്കുകയാണ്. ആ സക്കറാത്തിന്റെ നേരത്തെ ആ വെള്ളത്തിൽ കൈയിട്ടുകൊണ്ട് അവിടത്തെ മുഖമിങ്ങനെ തടവുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ആ വെള്ളം കൊണ്ടിങ്ങനെ തടവുന്നു എന്ന് മാത്രമല്ല, ഓരോ തവണയും ആ പാത്രത്തിൽ കൈയിട്ടുകൊണ്ട് വെള്ളം മുഖത്തേക്ക് തടവിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് വളരെ ദയനീയതയോടെ അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്, അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിൻ്റെ വേദനയെ തൊട്ടെന്നെ കാക്കണേ അല്ലാ. ഏതാണ് ആ മരണത്തിൻ്റെ വേദന? ആ ഹബീബായ തങ്ങളുടെ റൂഹിനെ പിടിച്ചതുപോലെ അന്നേ വരെ ഒരാളുടെ റൂഹിനെയും മയത്തിൽ
വയറ്റിൽ അസ്രായീൽ അലൈഹിസ്സലാം പിടിച്ചിട്ടില്ല. ഇനി ലോകാവസാനം വരെ ഒരാളുടെ റൂഹിനെയും അത്ര മാർദ്ദവമായി പിടിക്കുകയുമില്ല. എന്നിട്ട് പോലും ഹബീബായ തങ്ങൾ തൻ്റെ അടുത്തിരിക്കുന്ന ആ പാനപാത്രത്തിലേക്ക് കൈയിട്ടുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ മുഖത്ത് തടവി ആശ്വാസത്തിന് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ അഇന്നി അലാ സക്കറാത്തിൽ മൗത്ത്. പടച്ചോനെ, മരണത്തിൻ്റെ വേദനയെ തൊട്ടെന്നെ കാക്കണേ അല്ലാ. പിന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളാണെങ്കിലോ നോട്ടത്തിലും ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലുമെല്ലാം അള്ളാഹുവും അവൻ്റെ ഹബീബും ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അങ്ങനത്തെ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം മുഅ്മിനെ. ആ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാലോചിച്ചിട്ടാണ് ഓരോ സമയവും നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകേണ്ടത്. അള്ളാഹു അവൻ പൊരുത്തപ്പെട്ട മാർഗത്തിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാ.